ഈ നമ്മളെ കേരളത്തിലെ ഒരു യുവ നേതാവിനെതിരെ ഒരു സ്ത്രീയുടെ പ്രത്യേകിച്ച് ഒരു നടിയുടെ ലൈംഗിക ആരോപണ കേസ് വന്നിട്ടുണ്ടല്ലോ. അത് മൂടി വെക്കാനാണോ തീരുമാനം? അതോ പുറത്ത് ശക്തമായിട്ട് വരാനുള്ള സാധ്യതയുണ്ടോ? രാഷ്ട്രീയ പാർട്ടി മൂടി വെക്കുമോ? അല്ല, അതിപ്പോൾ ഏകദേശം ഒതുക്കി തീർത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ആ സംഭവം. പക്ഷേ ഇപ്പോൾ ഒരു പുതിയ സംഭവം വന്നിട്ടുണ്ട്. അതിന് ആരാ നേതാവെന്ന് അറിയില്ല. കേരളത്തിലെ പ്രമുഖനായ ഒരു യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായതായി യുവനടി റിനി ആൻ ജോർജാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും താൻ അംഗമല്ലെങ്കിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന കാലയളവിലാണ് ഈ ദുരനുഭവം ഉണ്ടായതെന്ന് അവർ വെളിപ്പെടുത്തി. ഒരു ടെലിവിഷൻ ചാനലിന്, സ്വകാര്യ ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് തൻ്റെ അനുഭവം തുറന്നു പറഞ്ഞത്. പ്രമുഖനായ ഒരു യുവ നേതാവിൽ നിന്ന് എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം എനിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും മോശം രീതിയിൽ സമീപിക്കുകയും ചെയ്തു. ഒരു പ്രത്യേക പാർട്ടിയെ തേജോധം ചെയ്യാനല്ല താനിത് പറയുന്നതെന്നും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവണത നിലവിലുണ്ടെന്നും അവർ പറഞ്ഞു. ഈ ഒരു സംഭവം നമ്മൾ പരാതികളായി വിവിധ ഫോറങ്ങളിൽ പറയുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നവർ പോലും സ്ത്രീകളുടെ കാര്യത്തിൽ ഹൂ കെയേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡാണ് സ്വീകരിക്കുന്നതെന്നുമാണ് റിനി കൂട്ടിച്ചേർത്തത്. രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് നല്ല സ്ഥാനം നൽകാൻ പലരും മടിക്കുന്നു. ഒരുപക്ഷെ സ്ത്രീകൾ അത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്ക് ഉയർന്നു വന്നാൽ പുരുഷ നേതാക്കന്മാർ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യാനോ പറയാനോ കഴിയില്ലെന്നും അവർ ഭയക്കുന്നുണ്ട്. കഴിവുള്ള പല സ്ത്രീ നേതാക്കളും രാഷ്ട്രീയത്തിൽ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണെന്നും റിനി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരള സമൂഹം സ്ത്രീവിരുദ്ധമല്ലെങ്കിലും സ്വന്തം അഭിപ്രായങ്ങൾ ധൈര്യത്തോടെ തുറന്നു പറയുന്ന സ്ത്രീകളെ അംഗീകരിക്കാത്ത ചിലരുണ്ടെന്നും റിനി പറഞ്ഞു. ബാലതാരം ദേവനന്ദയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതിന് ഉദാഹരണമാണെന്നും അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ടാണ് ആ കുട്ടിക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. അടുത്തിടെ പുറത്തിറങ്ങിയ 916 കുഞ്ഞൂട്ടൻ എന്ന ചിത്രത്തിൽ ഗിന്നസ് പക്രുവിൻ്റെ നായികയായി അഭിനയിച്ചത് റിനിയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ അവരത് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും എന്നല്ല, പലപ്പോഴും സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവർക്ക് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി സിനിമയിൽ പറയുന്നത് പോലെ അല്പം അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകാമോ എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ വരുന്നതായി പല സ്ത്രീ നേതാക്കളും നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്ക് പുറത്ത് പറയാൻ പേടിയാണ്. ഇനി തങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമോ എന്നുള്ളൊരു പേടി അവരെ അലട്ടുന്നുണ്ട്. പലപ്പോഴും പല രാഷ്ട്രീയ പാർട്ടികൾ ഇത് ചൂഷണം ചെയ്യുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഉയർന്ന പോസ്റ്റ് കിട്ടിയാൽ പോലും പുരുഷന്മാർ പറയുന്നതിനപ്പുറത്തേക്ക് ചലിക്കാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയും നിലനിൽക്കുന്നുണ്ട്. നമുക്കത് CPM-ലാണെങ്കിലും കാണാം, കോൺഗ്രസ്സിലാണെങ്കിലും കാണാം, BJP-യിലാണെങ്കിലും കാണാം. ഇപ്പോൾ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ അത്യാവശ്യം നന്നായി പെർഫോം ചെയ്ത് വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം നമുക്ക് അറിയാം, നമ്മുടെ കൺമുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിലാണെങ്കിൽ പോലും ഇത്തരത്തിൽ ഉയർന്നു വരുന്ന സ്ത്രീകൾക്ക് വേണ്ടത്ര സ്ഥാനമാനങ്ങൾ നൽകാത്തതിനെ തുടർന്ന് പലരും പാർട്ടി വിട്ടു പോകുന്നു, തലമുണ്ടനം ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. BJP-യിൽ പോലും ശോഭാ സുരേന്ദ്രന് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ, കാരണം ശോഭാ സുരേന്ദ്രനെ അധ്യക്ഷയാക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പലപ്പോഴും അവരെ ഇത്തരത്തിൽ C ക്ലാസ് മണ്ഡലങ്ങളിൽ കൊണ്ടുപോയി വോട്ട് ഉയർത്താനുള്ള അല്ലെങ്കിൽ ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലമൊന്നും കൊടുക്കാതെ എപ്പോഴും അവരെ ഒരു ചാവേറാക്കി ഇടുന്ന BJP-യിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലുള്ള പ്രവണതകളാണ് കാട്ടുന്നത്. എപ്പോഴും ഒരു വനിതാ മുഖ്യമന്ത്രി, ഇപ്പോൾ KR തിങ്ങും കേരള നാട്, KR ഗൗരി ഭരിച്ചിടുമെന്ന് പറഞ്ഞ് KR ഗൗരിയമ്മ അന്ന് മുഖ്യമന്ത്രിയാകാൻ എല്ലാ യോഗ്യതകളും ഉണ്ടായിട്ടും അന്ന് നയനാർ വന്ന് മുഖ്യമന്ത്രിയാവുന്നൊരു സാഹചര്യം, തുടർന്ന് KR ഗൗരിയമ്മ പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ നേരത്തെയൊക്കെ ഈ ലൈംഗിക ആരോപണങ്ങളും അല്ലെങ്കിൽ ആൺമേൽക്കോയ്മ കൂടുതലുള്ളത് സിനിമയിലാണെന്നുള്ളതാണ് പൊതുവെ ഉണ്ടായിരുന്ന സംസാരങ്ങളൊക്കെ. അതെ. പക്ഷേ സിനിമയിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിലും ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഈ നടിയുടെ ആരോപണം. അതെ. ഒരു നടിയാകുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചെന്നും അവിടെയുള്ള നേതാവ് രാത്രിയാകുമ്പോൾ ഈ പറഞ്ഞതുപോലെ അശ്ലീല മെസ്സേജ് അയക്കും, വേറെ കുറേ കാര്യങ്ങൾ വിളിച്ച് സംസാരിക്കും എന്ന് പറയുന്നൊരു കാര്യം. ഇതേ സാധനമാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ ഒരു മാധ്യമ പ്രവർത്തകയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് വന്നത്. അതിപ്പോ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല, എന്താണെന്നുള്ളതിനെ കുറിച്ച് എന്താ സംഭവിച്ചതെന്ന് പോലും ആർക്കും അറിയില്ല. ഒത്തുതീർപ്പാക്കി ക്യാഷ് കൊടുത്തു പോലും ഒതുക്കി എന്നുള്ള രീതിയിലൊക്കെ കേൾക്കും. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ MLA ആയിട്ടുള്ള ആ യുവ നേതാവ്, അങ്ങനെയാണല്ലോ വാർത്ത പുറത്തു വന്നത്, അദ്ദേഹത്തിനെ കണക്ട് ചെയ്തിട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ മാത്രമല്ല പല ആളുകളുടെ പേരുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇതൊരു സ്ഥിരം തൊഴിലായിട്ട് കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒരു പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് തന്നെയോ അല്ലെങ്കിൽ വേറെ ആരാണ് എന്ന് പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഈ പറഞ്ഞ റിനിക്ക് അനുഭവം ഉണ്ടായതും ചിലപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ ഭാഗത്തു നിന്നായിട്ടായിരിക്കാം.
ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഗോഡ് ഫാദർമാരുണ്ടെങ്കിൽ സിനിമയിൽ രക്ഷപ്പെടാം, നല്ല വേഷങ്ങൾ കിട്ടി രക്ഷപ്പെടും എന്നുള്ളതും, ഈ സിനിമയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നവർക്ക് നല്ല വേഷങ്ങൾ കിട്ടും, നല്ല നല്ല അവർക്ക് വളർച്ചയുണ്ടാവും എന്ന രീതിയിൽ പൊതുവെ ഒരു ടോക്ക്, അത് പൊതുവെ സിനിമയെക്കുറിച്ച് മാത്രം പറയുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലെല്ലാം. പക്ഷേ ഇപ്പോൾ അത് പൊളിറ്റിക്സിലും ആ ഒരു സാധനം വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പൊളിറ്റിക്സിൽ പലപ്പോഴും സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യങ്ങൾ കിട്ടാറില്ല. പക്ഷേ ഈ പൊളിറ്റിക് ലീഡർമാർ ചെയ്യുന്നത് എന്താ, അവർ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്. അവർ ആ രാഷ്ട്രീയക്കാർ നാട്ടിൽ കാണിക്കുന്ന ഇത് മുഴുവൻ അവർ നാട്ടിൽ എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നു, സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ അവർക്കിടയിൽ ചെയ്യുന്ന എന്താ, രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആളുകൾ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് മെസ്സേജ് അയക്കുക, മോശം അശ്ലീലമായിട്ടുള്ള മെസ്സേജ് അയക്കുക. ഇതാണ് ഇവരിൽ ചില ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിനിമയെ എങ്ങനെയാണോ പണ്ട് കാലത്ത് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് ഇപ്പോൾ പൊളിറ്റിക്സിനെയും പറയാൻ തുടങ്ങിയിട്ടുണ്ട് ചില ആളുകളെങ്കിലും. പൊളിറ്റിക്സിൽ ഒരാൾക്ക് വളരണമെങ്കിൽ ഒന്നുകിൽ ഗോഡ് ഫാദർ ഉണ്ടാകണം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും രീതിയിൽ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം, ആവശ്യങ്ങൾ ഉന്നയിച്ച് വരുന്ന ആളുകളെടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിനി എന്ന് പറയുന്ന നടി പറഞ്ഞിരിക്കുന്ന കാര്യം. അവർക്ക് മുൻപ് പ്രവർത്തിച്ച അവരുടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ സംഘടനയിൽ നിന്ന് അവർക്കുണ്ടായ അനുഭവത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞ കാര്യം വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഗൗരിയമ്മ, ശൈലജ ടീച്ചർ, അങ്ങനെ നിരവധി ആളുകൾ CPM-നകത്തും അതുപോലെ തന്നെ കോൺഗ്രസിനകത്തും ഇപ്പോൾ കുറെ നേതാക്കന്മാരുണ്ട്. അവർക്ക് ലതിക സുഭാഷിന് അവസരം കിട്ടാൻ അവർ അവസാനം പോയി. ബിന്ദുകൃഷ്ണൻ സീറ്റൊക്കെ കരഞ്ഞാണ് മേടിച്ചത്. അതെ, ലതിക സുഭാഷ് എവിടെയാണെന്ന് പോലും അറിയില്ല. അതൊക്കെയാണ് അവസ്ഥ. ഈ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ആളുകൾക്ക് അർഹമായ പരിഗണന കിട്ടാതെ വരുന്ന ഘട്ടത്തിൽ അവരും സ്വയം ചോദിച്ചു പോകുന്നതാണ്, മറ്റുള്ളവർക്ക് ഇങ്ങനെ ഒരു പരിഗണന കിട്ടിയിട്ടുണ്ട് എങ്കിൽ അവരിങ്ങനെ ചെയ്തു കൊടുത്തിട്ടാണോ എന്ന് അവർ ചോദിക്കുന്നതിൽ തെറ്റില്ല. കാരണം അവരുടെ അടുത്ത് ചില നേതാക്കന്മാരെങ്കിലും ചോദിക്കുന്നതും ആവശ്യപ്പെടുന്നതും ഇത്തരം കാര്യങ്ങളാണ്. അഡ്ജസ്റ്റ് ചെയ്യാം, എങ്കിൽ അടുത്ത ഇതിൽ മറ്റേ ഒരു കാൻഡിഡേറ്റ് ആക്കി നിർത്താം, അങ്ങനെ പറയുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ മുന്നിലുള്ളത്. അനുഭവസ്ഥരാണ് പറയണത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ അതിനെക്കുറിച്ച് പറയുന്ന ഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗോഡ് ഫാദർ ഉണ്ടാവുക, എങ്കിൽ മാത്രമേ പൊളിറ്റിക്സിൽ പോലും രക്ഷയുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടി, നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ടി, അവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടാൻ ഇവർക്ക് എന്ത് യോഗ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ലൈംഗിക ആരോപണം വന്ന സമയത്ത് എല്ലാ മാധ്യമങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടെ ആ വാർത്ത കൊടുത്തിരുന്നു. പക്ഷേ ചില മാധ്യമങ്ങൾ ആ വാർത്തയെ പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അപ്പം അന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിൽ വന്ന സമയത്ത് രഹസ്യമായിട്ടും പരസ്യമായിട്ടും പല ആളുകൾ പറഞ്ഞിട്ടുണ്ട് ഇവൻ ഒരു ഒന്നൊന്നര കോഴിയാണ് എന്നുള്ളത്. ഇവൻ ഈ കേസ് മാത്രമല്ല, ഇതേപോലെ നിരവധി കേസുകളുണ്ട്. അങ്ങനെ രാഷ്ട്രീയത്തിലെ പല ആളുകളെക്കുറിച്ചും ഇതുപോലുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഇവരിപ്പോൾ രാഷ്ട്രീയത്തിലില്ല എന്നാണ് പറഞ്ഞത്, ഇവർ സിനിമയിൽ അഭിനയിക്കുകയാണ്. അപ്പോൾ അവർക്ക് നേരത്തെ ഉണ്ടായ അനുഭവങ്ങൾ ഇതുപോലെ തുറന്നു പറയുകയാണ്. ഒരു പക്ഷേ ഇതുപോലുള്ള അനുഭവങ്ങളുമായിട്ട് ഇനിയും നിരവധി ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട്.